തിരുവനന്തപുരത്ത് നിർമ്മാണം തുടങ്ങിയ ശ്രീകാര്യം ഫ്ലൈ ഓവറിന്റെ സർവീസ് റോഡ് ഉടൻ തുറന്നു നൽകും. ഗതാഗതക്കുരുക്ക് രൂക്ഷമായ പ്രദേശത്ത് സർവീസ് റോഡ് വരുന്നതോടെ പരിഹാരമുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. നിർമ്മാണം തുടരുന്ന സർവീസ് റോഡ് LDF സ്ഥാനാർത്ഥി കടകംപള്ളി സുരേന്ദ്രൻ സന്ദർശിച്ചു. ശ്രീകാര്യം ഫ്ലൈ ഓവറിന്റെ നിർമ്മാണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ സർവീസ് റോഡിന്റെ നിർമ്മാണം അത് ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാകും. സർവീസ് റോഡിന്റെ ടാറിംഗ് ഇപ്പോൾ നടക്കുകയാണ്. ഇപ്പോൾ അത് സന്ദർശിക്കുകയാണ് ഇടത് സ്ഥാനാർത്ഥിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രൻ. ഇത് ആളുകൾക്ക് വലിയ ഒരു പ്രയോജനമാണ് ഇപ്പോൾ ഈ പൂർത്തിയാകുമ്പോൾ. 144 കോടിയുടെ ഒരു സ്വപ്ന പദ്ധതിയാണിത്. അതിന്റെ തുടക്കമാണ് ഇന്നിപ്പോൾ പൂർത്തീകരിക്കുന്ന ഒരു ഭാഗം. ഫസ്റ്റ് ഫേസ് അത് നമ്മുടെ സർവീസ് റോഡാണ്. ഇപ്പോൾ 5.5 മീറ്റർ വീതിയുള്ള സർവീസ് റോഡാണ്. അപ്പുറത്തും 5 മീറ്റർ വീതിയുള്ള സർവീസ് റോഡ് വരുന്നുണ്ട്. ഇത് വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നുള്ളതാണ് നമ്മുടെ തീരുമാനം. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് ഫ്ലൈ ഓവറിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയും. തിരുവനന്തപുരത്തുകാരുടെ വലിയൊരു സ്വപ്നമായിരുന്നു വിഴിഞ്ഞമെന്ന് പറയുന്നത് പോലെ മറ്റൊരു സ്വപ്നമാണ് മെട്രോ എന്ന് പറയുന്നത്. അപ്പോൾ മെട്രോയ്ക്ക് കൂടെ കടന്നു പോകുന്നതിന് സഹായകരമായ തരത്തിലാണ് ഇതിൻ്റെ രൂപകൽപ്പന നടന്നിട്ടുള്ളത്. അപ്പോൾ ഇതോടുകൂടി തന്നെ ട്രിവാൻഡ്രത്ത് മെട്രോയും വരും. ആ മെട്രോയാണ് ഇനി നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. മറ്റൊന്ന് ഈ പ്രചാരണ പ്രവർത്തനങ്ങൾ സജീവമായി പോവുകയാണ്. എണ്ണക്കടലിൽ കടന്നു മനസ്സിലാക്കുന്നു. ഇപ്പോൾ ഏത് രീതിയിലാണ്? വലിയ ആത്മവിശ്വാസം വർദ്ധിച്ചിട്ടുണ്ടോ? എനിക്ക് ആത്മവിശ്വാസമുണ്ട്. എനിക്ക് ജനങ്ങളിൽ നല്ല വിശ്വാസമുണ്ട്. കാരണം ഞാൻ ഈ കഴിഞ്ഞ 10 വർഷം മാത്രമല്ല, കഴിഞ്ഞ കുറേ വർഷക്കാലമായിട്ട് ഞാൻ ഇവിടെ കഴക്കൂട്ടത്തെ ജനങ്ങളുടെ കൂടെ തന്നെയാണ്. അതിന് MLA ആകേണ്ട കാര്യമില്ല, മന്ത്രിയാകേണ്ട കാര്യമില്ല, ഒന്നുമില്ല. ഒരു പൊതുപ്രവർത്തകൻ, രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ മന്ത്രിമാരും MLA-മാരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ ഞാൻ എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുണ്ട്. അത് ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എല്ലാവരുമായിട്ട് എനിക്ക് വ്യക്തിബന്ധമുണ്ട്, ആത്മബന്ധമുണ്ട്. തുടക്കത്തിൽ ചില വിവാദ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ അതൊന്നും ഇല്ലാന്ന് തോന്നുന്നു, എല്ലാവർക്കും മാറി തോന്നുന്നു. വിവാദങ്ങൾ ബോധപൂർവം സൃഷ്ടിക്കുന്നതാണെന്ന് ജനങ്ങൾക്കറിയാം. നാളെയും പുതുത് സൃഷ്ടിച്ചുകൂടാതെന്ന് ഞാൻ പറയുന്നില്ല. കാര്യം നുണ നിർമ്മിക്കുന്ന ഫാക്ടറികളാണ് BJPയും കോൺഗ്രസും എന്നൊക്കെ പറയുന്നത്. എന്ത് നെറികേടും വിളിച്ചു പറയാൻ അവർക്ക് ഒരു വഴിയില്ല. ഇപ്പോൾ തന്നെ പ്രതിഭയ്ക്കെതിരെ എത്രമാത്രം വൃത്തികെട്ട ഒരു പദപ്രയോഗമാണ് UDF നേതാക്കന്മാരുടെ, KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കന്മാരുടെ ആ സാന്നിധ്യത്തിൽ നടത്തിയത്. അത് ശരിയല്ലെന്ന് പറയാനുള്ള മര്യാദ പോലും ഒരു കാട്ടിയില്ല. അപ്പോൾ അതുപോലുള്ള ഏത് തരത്തിലുള്ള വ്യാജമായിട്ടുള്ള പ്രചരണങ്ങൾ ഇവിടെ വരാം. പക്ഷെ അതൊന്നും കഴക്കൂട്ടത്തെ ഏശാൻ വേണ്ടി പോകുന്നില്ല. കഴക്കൂട്ടം കടകംപള്ളിയോടൊപ്പം തന്നെയായിരിക്കും, ഒരു സംശയവും വേണ്ട. തിരക്കിട്ട പ്രചാര പ്രവർത്തനമാണ്. അതിനൊപ്പം തന്നെയാണ് അദ്ദേഹം ഈ സർവീസ് റോഡിന്റെ അതിന്റെ ടാറിങ്ങും സന്ദർശിച്ചത്. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് കടകംപള്ളി സുരേന്ദ്രനുള്ളത്. ഷിബു ചെടിച്ചേരിക്കൊപ്പം ബിനിൽ ലീല സാബു, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.